എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പതിവായി സൈക്ലിംഗ് നടത്തുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ഇവ നിങ്ങളുടെ ലൈംഗിക ഉദ്ധാരണശേഷിയെ ബാധിക്കുമോ എന്ന് നോക്കട്ടെ. അതെ, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇതാണ് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. യുവാക്കളും പ്രായമായവരുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കായിക പ്രവർത്തനമാണ് സൈക്ലിംഗ്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും പേശികളുടെ കരുത്തും വഴക്കവും വർദ്ധിക്കാനും എല്ലുകളെ ശക്തിപ്പെടുത്താനും ശരീരത്തിലെ കൊഴുപ്പ് കത്തിച്ചു കളയാനുമെല്ലാം സൈക്ലിംഗ് സഹായിക്കുന്നുണ്ട്. എന്നാൽ അമിതമായ സൈക്ലിംഗ് പുരുഷന്മാരിൽ ലൈംഗിക ഉദ്ധാരണശേഷിക്കുറവിലേക്ക് നയിച്ചേക്കാമെന്നാണ് പഠനം പറയുന്നത്. അതേസമയം ഇതൊരു വ്യാപക പ്രശ്നമല്ലെന്നും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ സൈക്ലിംഗ് ധൈര്യമായി തുടരാമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തക്കവണ്ണം പുരുഷലിംഗത്തിന് ഉദ്ധാരണം സംഭവിക്കാതെ വരുന്നതിനെയാണ് ഉദ്ധാരണശേഷിക്കുറവ് എന്ന് നാം പറയുന്നത്. സൈക്ലിംഗ് ചെയ്യുമ്പോൾ സീറ്റിലുള്ള ദീർഘനേരത്തെ ഇരിപ്പാണ് ഉദ്ധാരണശേഷിക്കുറവിന് കാരണമാകുന്നത്. സൈക്ലിംഗ് സമയത്ത് സൈക്കിളിന്റെ സീറ്റ് ലൈംഗിക അവയവങ്ങൾക്കും മലദ്വാരത്തിനും ഇടയിലുള്ള പെരിനിയം എന്ന ഭാഗത്ത് നിരന്തരമായ സമ്മർദ്ദം ഏൽപ്പിക്കുന്നു. ഈ സമ്മർദ്ദം ഞരമ്പുകൾക്ക് ക്ഷതമേൽപ്പിക്കുകയും ഈ ഭാഗത്തെ രക്തമൊഴുക്കിനെ മെല്ലയാക്കുകയും ചെയ്യും. ഇത് ലിംഗത്തിന് മരവിപ്പുണ്ടാക്കാനും ഉദ്ധാരണശേഷിക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഉദ്ധാരണശേഷിക്കുറവ് നിയന്ത്രിക്കാൻ പുരുഷന്മാരായ സൈക്ലോട്ടക്കാർ സൈക്കിളിൽ ഓടിക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഇത്തരത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ലൈംഗിക അവയവങ്ങളിലെ സമ്മർദ്ദം കുറയ്ക്കുമെന്നും ഇവിടേക്കുള്ള വായുസഞ്ചാരം ഉറപ്പാക്കുമെന്നും ഗവേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ മോശമായ റൈഡിംഗ് ടെക്നിക്ക്, അനുയോജ്യമല്ലാത്ത സൈക്കിള്, സീറ്റ് എന്നിവയും ഈ കാര്യത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. ആഴ്ചയിൽ 3 മണിക്കൂറിലധികം സൈക്കിൾ ഓടിക്കുന്ന പുരുഷന്മാർക്കാണ് അപകട സാധ്യത കൂടുതലെന്നും റിപ്പോർട്ട് പറയുന്നു. എന്നാൽ ഇത് കേട്ട ഉടൻ സൈക്ലിംഗ് നിർത്തിവെക്കേണ്ട ആവശ്യമില്ലെന്ന്, അതിനാവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ മതിയെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ. സൈക്കിൾ ഓടിക്കുമ്പോൾ ഇടയ്ക്കിടെ എഴുന്നേറ്റ് നിൽക്കുന്നതിന് പുറമെ സീറ്റിന് വീതിയുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. അതുപോലെ കട്ടിയുള്ള സീറ്റിന് പകരം അല്പം കൂടി മാർദ്ദവമുള്ള സീറ്റ് തിരഞ്ഞെടുക്കുക. സുഖകരമായ ഇരിപ്പിന് ജെൽ നിറച്ച സീറ്റ് കവറും ഉപയോഗപ്പെടുത്തുക. വീതി കുറഞ്ഞ സൈക്കിൾ സീറ്റ് ലിംഗത്തിലേക്കുള്ള ഓക്സിജൻ വിതരണം 82% കുറയ്ക്കുമെന്നും വി രൂപത്തിലുള്ള സീറ്റുകൾ 72% കുറവ് ഇതിൽ വരുത്തുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. സൈക്കിൾ ഹാൻഡിൽ ബാറിന്റെ ഉയരവും ഇതിൽ നിർണായകമാണ്. ഹാൻഡിൽ ബാർ ഉയരം സീറ്റിന്റെ അതേ ഉയരത്തിലോ അതിലും കൂടുതലോ ആണെങ്കിൽ ലൈംഗിക ഉദ്ധാരണശേഷിക്കുറവിന് സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. സൈക്ലിങ്ങിന് പുറമെ പ്രമേഹം, ഹൃദ്രോഗം, പുകയില ഉപയോഗം, മദ്യപാനം, അമിതവണ്ണം, പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയ, ക്യാൻസർ ചികിത്സ, വിഷാദം, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയും ലൈംഗിക ഉദ്ധാരണശേഷി കുറവിലേക്ക് നയിക്കുന്ന മറ്റ് ഘടകങ്ങളാണെന്ന് ഓർക്കുക. അപ്പോൾ ഇതുപോലെ മറ്റു ടിപ്പുകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.